കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ ശ്രീ കൽക്കി ദർശന പാഠത്തിൻ്റെ 4ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 3 പാഠത്തിൽ നമ്മൾ ജ്ഞാനം, അജ്ഞാനം, വിജ്ഞാനം, പിന്നെ മതത്തിലെ സത്യങ്ങളെ, 3 തരം മനുഷ്യരെ, ഇവരെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ 4ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. 4ാമത്തെ പാഠത്തിൽ നമ്മൾ 3 തരം മനുഷ്യരിൽ 3ാമത്തെ ഗ്രൂപ്പിൽ പെട്ടുന്ന താമസന്മാരായ അല്ലെ ശിവന്മാരായ മനുഷ്യരെക്കുറിച്ച് പഠിക്കുകയാണ്, കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തെങ്കിൽ മാത്രമേ എനിക്ക് ഇന്നിടാൻ പറ്റുകയുള്ളൂ. കാരണം ഞാനിവിടെ ഒരു 80 വയസ്സുള്ള ഒരു അമ്മയെ നോക്കുന്ന ഒരു വർക്കിലാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഈ അമ്മയുടെ കൂടെയാണ്. എൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. ഞാൻ മുംബൈയിൽ എയർപോർട്ടിനടുത്താണ് താമസിക്കുന്നത്. അപ്പം ഇന്നലെ അമ്മയും കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ എനിക്ക് തീരെ സമയം കിട്ടില്ല. ഇടയ്ക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ റീലെടുക്കുകയൊക്കെയാണ്. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര ഞാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു. എന്തായാലും ഇന്ന് എനിക്ക് സമയം ഞാൻ കണ്ടെത്തി അതിപ്പം തുടരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത് ശിവനാരായണന്മാർ അല്ലെങ്കിൽ ശങ്കരനാരായണന്മാരെ കുറിച്ചാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ഭൂമിയിൽ ഒരു മനുഷ്യരോടും വിദ്വേഷമില്ല. കാരണം എനിക്കറിയാം എല്ലാവരും നാരായണന്മാരാണ്. നിങ്ങളും നാരായണൻ, ഞാനും നാരായണൻ, പ്രപഞ്ചനാഥനും നാരായണനാണ്. എനിക്ക് എല്ലാവരും ഒരുപോലെയുള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളവരുണ്ട്. അത് ഭക്തന്മാരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. അതെൻ്റെ മക്കൾ, ഞാൻ പ്രസവിച്ച മക്കളുണ്ട്, അവരോട് പോലും എനിക്ക് പ്രിയമില്ല. ഭർത്താവിനോടും പ്രിയമില്ല. കാരണം അവർക്കാർക്കും അത്ര ഭക്തിയില്ല. എവിടെ ഭക്തിയുണ്ടോ അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അപ്പം ഞാൻ പറയാൻ വന്നത് 3ാമത്തെ ഗ്രൂപ്പിൽപ്പെടുന്ന ആളുകളാണ്. ഇവരെ ശിവന്മാരെന്ന് പറയുന്നു. അതായത് താമസദൈവമായി ശിവനെ ആരാധിക്കുന്നവരാണ് ഇവർ ഭൗതികവാദികളായിരിക്കാം, ശിവനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കാം, നിരീശ്വരവാദികളായിരിക്കാം, യുക്തിവാദികളായിരിക്കാം. ഇവരെല്ലാം 3ാം ഗ്രൂപ്പിൽ പെടുന്നതാണ്. അപ്പോൾ മനുഷ്യനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത് തന്നെ അവരുടെ മൂല്യം അനുസരിച്ചാണ്. ഇപ്പോൾ എവിടെ നമ്മൾ നോക്കിയാലും 3 തരം വസ്തുക്കൾ കാണാം. ഇപ്പോൾ ഉദാഹരണത്തിനൊരു ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പോൾ 1st, 2nd, 3rd, പിന്നെ അതുപോലെ സാമ്പത്തികം അനുസരിച്ച് മനുഷ്യനെ തരം തിരിച്ചാൽ പിന്നെ ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉള്ളവർ, പൈസക്കാർ, 2ാമത് മധ്യവർത്തികളായിട്ട് ആൾക്കാർ, പിന്നെ 3ാം കിടയിൽ ഏറ്റവും താഴെ സാമ്പത്തികം കുറഞ്ഞ പാവപ്പെട്ട മനുഷ്യർ, അങ്ങനെ 3 ഗ്രൂപ്പ് കാണാം. പിന്നെ നമ്മളൊരു ജീവനില്ലാത്ത വസ്തുവിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോണോ, ഇലക്ട്രോണോ, ന്യൂട്രോണോ, അതിനകത്ത് 3 ഉണ്ട്. ഇനി മനുഷ്യരിൽ നോക്കിക്കഴിഞ്ഞാൽ പെണ്ണും ആണും, പിന്നെ 3ാമത് കിന്നരന്മാർ അല്ലെങ്കിൽ നപുംസകങ്ങൾ, 3rd അതായത് ട്രാൻസ്ജെൻഡർ, അങ്ങനെ 3 കൂട്ടരെ നമുക്ക് എവിടെ ആയാലും എല്ലാത്തിലും 3 ഗ്രൂപ്പുണ്ട്. 3 ഇല്ലാത്ത ഒരു വസ്തു പോലും ഇല്ല. ഇപ്പോൾ സ്വർണം, വെള്ളി, ഇരുമ്പ്, ഇവ 3 ലോഹങ്ങളാണ്. പക്ഷേ ഇവയുടെ മൂല്യം വ്യത്യസ്തമാണ്. അതുപോലെ മനുഷ്യൻ്റെ മൂല്യം അനുസരിച്ചാണ് ഇവരെ തരംതിരിച്ചിരിക്കുന്നത്. സാത്വികന്മാരെന്നും രാജസന്മാരെന്നും താമസന്മാരെന്നും. സാത്വികന്മാരെന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന മൂല്യമുള്ളവരാണ്. അവരുടെ ഭഗവാനാണ് വിഷ്ണു. 2ാമത്തേന്ന് പറഞ്ഞാൽ അതിനെക്കാട്ട് കുറച്ച് മൂല്യം കുറഞ്ഞവരാണ്. ആദ്യത്തെ ഗ്രൂപ്പുകാർ സ്വർണത്തിന് സമം, 2ാമത്തെ ഗ്രൂപ്പുകാർ സിൽവറിന് സമം, അതായത് വെള്ളിക്ക് സമം, അതാണ് രാജസന്മാർ. അവർ ബ്രഹ്മന്മാരെന്ന് പറയുന്നു. 3ാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഇരുമ്പിന് സമമാണ്. നല്ല ശരീരബലമൊക്കെ ഉണ്ടാവും. ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. പക്ഷേ ആത്മീയ ബലം അവർക്ക് കുറവാണ്. അവരുടെ ബോധതലം വളരെ താഴെയാണ്. അപ്പോൾ 3ാമത്തെ കൂട്ടരാണ് താമസന്മാരെന്ന്. ഇവരെ ആത്മീയ ഭാഷയിലെന്ന് പറഞ്ഞാൽ അധമന്മാരെന്ന് പറയും, മ്ലേച്ഛന്മാരെന്ന് പറയും, അങ്ങനെ പല ഭാഷയിൽ ആത്മീയതയിൽ പറയും. അപ്പോൾ ആദ്യത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ അവരാണ് ശരിക്കുള്ള ഭക്തന്മാർ. അപ്പോൾ ഈ 3ാമത്തെ കൂട്ടത്തിലുള്ളവരാണ്, ഈ മൂല്യം കുറഞ്ഞവരാണ്. അവരെയാണ് നമ്മൾ അസുരന്മാരെന്ന് പറയുന്നത്. അസുരന്മാരെ രാക്ഷസന്മാരുമുണ്ട്. അപ്പം നമുക്ക് നമ്മളിന്ന് അസുരന്മാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ അസുരന്മാരെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് നമ്മൾ കാലഗണനത്തിലേക്ക് പോകണം. നമുക്കറിയാമല്ലേ, പ്രപഞ്ചം ഒരു തവണ ജനിക്കാൻ 1000 ചതുർയുഗങ്ങൾ വേണം. ഒരു ചതുർയുഗം എന്ന് പറയുന്നത് 12,000 വർഷമാണ്. അപ്പോൾ നമുക്ക് ഈ 12,000 വർഷത്തെ കണക്കൊന്നും എടുക്കാം. ഇപ്പം ഈ കലിയുഗം തീരാൻ പോകണം. 4800 വർഷമാണ് കലിയുഗത്തിൻ്റെ ആയുസ്. അതിൻ്റെ പുറയിലുള്ളത് ദ്വാപരയുഗമാണ്. അതിന് 3600 വർഷമാണ്. അതിൻ്റെ പുറകിൽ ത്രേതായുഗമാണ്, 2600 വർഷമാണ്. അതിൻ്റെ മുന്നിൽ സത്യയുഗമാണ്, 1100 വർഷം. അപ്പോൾ നമുക്ക് 12,000 വർഷം പുറകെ പോകാം. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ യുഗത്തിലും അവതാരങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സത്യയുഗത്തിലാണ് അവതാരങ്ങളുടെ തുടക്കം. അത് വിഷ്ണു ഭഗവാന്റെ ദ്വാരപാലകന്മാരായിരുന്ന ജയനും വിജയനും, അവർ സനകാദി മഹർഷികൾ, 4 ചെറിയ മുനിമാർ വന്ന് വിഷ്ണു ഭഗവാനെ കാണണമെന്ന് പറഞ്ഞപ്പം ഈ ജയവിജയന്മാരെന്ന് പറഞ്ഞ ദ്വാരപാലകന്മാർ അവർ പിന്നെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. വളരെ കൂടുതൽ ഒരുപാട് പ്രാവശ്യം അവർ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളെ അകത്ത് കടത്തിവിടണം, വിഷ്ണു ഭഗവാനെ കാണാനാണ്. പക്ഷേ ജയവിജയന്മാരെന്ന് പറഞ്ഞ കാവൽക്കാർ അകത്ത് കടത്തിവിടില്ല. അപ്പോൾ അവർ ദേഷ്യപ്പെട്ട് ഇവരെ ശപിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്ത 3 യുഗത്തിൽ
3 ജന്മം എടുക്കുകയും നിങ്ങൾ അസുരന്മാരായി പിറക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അസുരന്മാരെ പിറക്കുമെന്ന് പറയുമ്പോൾ അറിയാലോ, മത്സ്യമാംസാദികളൊക്കെ കഴിച്ച് ഒരുമാതിരി ക്രൂര സ്വഭാവത്തോട് ജീവിക്കുന്നവരെയാണ് ഈ അസുരന്മാരെന്നൊക്കെ കൂടുതലും നമ്മൾ പറയുന്നത്. അപ്പോൾ അസുരന്മാരെ ജനിക്കട്ടെ എന്ന് പറയുമ്പോൾ അവർ കരഞ്ഞു വിളിച്ച് ഈ സനകാദി മുനികളുടെ കാല് പിടിച്ചിട്ട് പറയും, ഞങ്ങളെ രക്ഷിക്കണം, ശാപമോക്ഷം തരണം എന്ന് പറയുമ്പോൾ പറയും, നിങ്ങൾക്ക് എന്തായാലും ശാപം, മുനിയുടെ വാക്കുകൾ അല്ലെങ്കിൽ മഹർഷിയുടെ ശാപം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, പകരം പറഞ്ഞ് നിങ്ങൾക്ക് 3 ജന്മത്തിലും വിഷ്ണു ഭഗവാൻ വന്നിട്ട് നിങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് മോക്ഷം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ സത്യയുഗത്തിൽ ഒരു സപ്തർഷികളിൽ ഒരാളായിരുന്നു കശ്യപ മഹർഷി. കശ്യപ മഹർഷിയുടെ ഭാര്യമാരുണ്ട്, അദ്ദേഹത്തിന് 13 ഭാര്യമാരെന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 ഭാര്യമാർ അതിഥിയും ദിതിയുമാണ്. ഈ 13 ഭാര്യമാരും ചേട്ടത്തിയനിയത്തിമാരാണ്, ദക്ഷ പ്രജാപതിയുടെ മക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 പേരുമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിഥി എന്ന് പറയുന്നത് നല്ല സൽസ്വഭാവിയായ ഭാര്യയാണ്. അവർ നല്ല സൽപുത്രന്മാർക്ക് ജന്മം കൊടുത്തു, അതാണ് ദേവന്മാരെന്ന് പറയുന്നത്. സൽപുത്രന്മാരാണ് ദേവന്മാർ. അപ്പം ദിതിക്ക്, അനിയത്തിയായ ദിതിക്ക് ഇതിൽ ഭയങ്കര അസൂയ മൂത്തിട്ട് ഭർത്താവിനോട് പറയും, എനിക്ക് ഇവരെ എതിർക്കാൻ പറ്റിയ പുത്രന്മാർ വേണമെന്ന് പറയും. അപ്പോൾ അദ്ദേഹം മഹർഷിയല്ലേ, അദ്ദേഹം പറയാ, പിന്നെ അത് ശരിയല്ല, നിങ്ങൾ ചേട്ടത്തിയനിയത്തിമാരുടെ മക്കൾ, നിങ്ങൾ സ്നേഹത്തോടല്ലേ ജീവിക്കേണ്ടത്. അപ്പം പറയും, അങ്ങനല്ല, എനിക്ക് ഇവരെ എതിർക്കുന്ന മക്കൾ വേണമെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയമല്ലാത്ത സമയത്ത് വൈകുന്നേരം മഹർഷി സ്നാനത്തിന് പോകുന്ന സമയത്ത് കാമാതുരയായിട്ട് ഭർത്താവിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ചേഷ്ടകളൊക്കെ കാണിച്ച് ഭർത്താവിനെ മയക്കിയെടുത്ത് എന്നിട്ട് കശ്യപനെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ദിതി സന്ധ്യാസമയത്ത്. ആ വകയിൽ ഉണ്ടായ മക്കളൊക്കെയാണ് ഹിരണ്യാക്ഷനോ ഹിരണ്യകശിപു തുടങ്ങി അസുരന്മാരല്ല. ഇപ്പോൾ അസുരൻ എന്ന് പറഞ്ഞാൽ സുരത്വം ഇല്ലാത്തവനെന്നാണ് അർത്ഥം. സുരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അസുരനായി മാറുന്നത്. അപ്പോൾ ഈ ദേവന്മാരും അസുരന്മാരും ചേട്ടത്തിയുടെ അനിയത്തിയുടെ മക്കളാണ്, അവർ സഹോദരങ്ങളാണ്, അവരുടെ അച്ഛൻ ഒന്നാണ്, അതാണ് കശ്യപ മഹർഷി. ഇതേ സ്റ്റോറി തന്നെയാണ് എബ്രഹാമിക് മതത്തിലും കാണുന്നത്. ഇപ്പോൾ ഇസ്ലാം മതവും ക്രിസ്തു മതവും ചേട്ടന്മാർ അനിയന്മാരുടെ മക്കളാണ്. ആ സ്റ്റോറി ഇങ്ങനെയാണ്. എബ്രഹാമിന് മക്കളില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സാറ. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വേലക്കാരി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഹാഗറ എന്നങ്ങട്ട പേര്, ഹാഗറ എന്നങ്ങട്ട. അപ്പോൾ ഹാഗറ അവിടെ ഒരു വേലക്കാരിയാണ്, ഹാഗറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് മക്കളില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ ഹാഗറയിൽ ഈ എബ്രഹാമിനൊരു സന്തതി പിറക്കും, അതാണ് ആ സന്തതിയുടെ പേരാണ് ഇസ്മയിൽ. കുറച്ച് നാൾ കഴിഞ്ഞ് 90-ാം വയസ്സിലാണെന്ന് പറയുന്ന സാറായിക്ക് ഒരു പുത്രൻ ജനിക്കും, അതാണ് ഇസഹാക്ക് എന്ന് പറയും. ആ ഇസഹാക്കിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് യേശു ക്രിസ്തു. പിന്നെ ഇസ്മായിലിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് ഈ ഇസ്ലാം മതത്തിലുള്ള ആളുകൾ. അപ്പം ഈ സാറയ്ക്ക്, യഥാർത്ഥ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടായതിന് ശേഷം ഈ വേലക്കാരിയായ സ്ത്രീയെ കുട്ടിയോടുകൂടി ഈ അച്ഛനായ എബ്രഹാം പറഞ്ഞു വിടുകയാണ് അവിടെ നിന്ന്. അവരങ്ങനെ മരുഭൂമിയിൽ കൂടെ കറങ്ങി നടന്ന് അവർ അറേബ്യയിലെത്തുകയും ആ പരമ്പരയിൽപ്പെട്ടാണ് ശ്രീ മുഹമ്മദ് നബി തിരുമേനി ജനിക്കുന്നതും പിന്നീട് ഇസ്ലാം മതം ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ എബ്രഹാം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ബ്രഹ്മാവാണെന്ന്. ബ്രഹ്മാവിൻ്റെ ഭാര്യമാരാണ് ഈ അവരെയാണ് വേലക്കാരിയാണെന്ന് പറഞ്ഞാലും അവരെ ഭാര്യയായിട്ട് സ്വീകരിച്ചല്ലോ. അപ്പോൾ ഇവർ 2 പേരും ഒരേ അച്ഛൻ്റെ മക്കൾ തന്നെയാണ്. അതായത് ഇസ്മായിലും ഇസഹാക്കും ഒരേ അച്ഛൻ്റെ മക്കളാണ്, ഈ കശ്യപ മഹർഷിയുടെ മക്കളെന്ന് പറയുന്ന പോലെ. അപ്പോൾ അവർ 2ആയിട്ട് പിരിഞ്ഞ് ദേവനും അസുരനായി എന്ന് പറഞ്ഞ പോലെ ഈ ഇബ്രാഹിം മതമായ യഹൂദ മതത്തിൽ നിന്ന് പിന്നീട് 2ആയിട്ട് തിരിഞ്ഞ് ഒന്നിൽ യേശുക്രിസ്തു ജനിച്ചത് ദേവമതമായി, മറ്റേത് അസുരമതമായി. അതാണ് സ്റ്റോറി. അപ്പോൾ എല്ലാം പറയുമ്പോൾ ബേസിക് എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പം എനിക്കെല്ലാവരും ഒരുപോലെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് നാരായണൻ തന്നെയാണ് വിഷ്ണു, ബ്രഹ്മാവ്, മഹേശ്വരനെ നിങ്ങളും ഞാനും സർവ്വചരാചരങ്ങൾ ഒന്നാണെന്നുള്ള ബോധത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറ്റമായിട്ടൊന്നും എടുക്കേണ്ട, നിങ്ങൾ സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം ഈ അസുരന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ നെഗറ്റീവ് ചിന്താഗതി ഉള്ളവരാണ് അസുരന്മാർ. ദൈവമാണ് ശിവനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ താമസമൂർത്തിയാണ്, അല്ലെങ്കിൽ സംഹാരമൂർത്തിയാണ്, കൊല്ലുന്ന ദൈവമാണ് ശിവന്. അപ്പോൾ ശിവനെന്ന് പറയുന്നത് ഭഗവാന് പരമശിവൻ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. തൃക്കണ്ണൊക്കെ ഉള്ളതറിയാമല്ലോ. അപ്പം ഭഗവാന് എന്താ പറയുക, 3 പേരുടെ തല വെട്ടിയതായിട്ട് നിങ്ങൾക്കറിയാം. ഒന്നാമത് ബ്രഹ്മാവിന് 4 തലയുണ്ട്. ബ്രഹ്മാവെന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ശിവൻ്റെ ഇടയ്ക്കിരിക്കുന്ന ആൾ. അപ്പം മതേതരനാണ്. മുന്നോട്ട് നോക്കും, 3 തലയേ ഉള്ളൂ. ഒന്ന് മുന്നോട്ട് നോക്കും, ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും. ആ രീതിയിലാണ് ബ്രഹ്മാവിൻ്റെ തല ഇരിക്കുന്നത്. കാരണം ബ്രഹ്മാവിൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും ചാടും, ഏത് മതത്തിലോട്ട് വേണമെങ്കിലും ചാടുന്ന ആൾക്കാരാണ്. അപ്പം ബ്രഹ്മാവിന് 3 തലയെന്ന് പറയുന്നത് 3 വശത്തോട്ട് നോക്കിയിട്ട്, അദ്ദേഹത്തിന് 4 തല, ചതുർമുഖനെന്നോ നാൻമുഖനെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 4 തലയുള്ളതിൽ
ശിവൻ അതായത് പരമശിവൻ ഭഗവാന് ഒരു തല പുറകിലുള്ള ഒരു തല വെട്ടിയെടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു തല വെട്ടി, രണ്ടാമത്തെ തലയെന്ന് പറഞ്ഞാൽ ഗണപതി സ്വന്തം പുത്രനായ ഗണപതിയുടെ തല വെട്ടി കളഞ്ഞു, എന്നിട്ടൊരു ആനത്തല വെച്ചെന്നാണ് കഥ. പിന്നെ വേറൊരു തല വെട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയാണ് സതി. സതിയുടെ അച്ഛനാണ് ദക്ഷപ്രജാപതി. ദക്ഷപ്രജാപതി യാഗം നടത്തിയപ്പം സതി ഒറ്റയ്ക്ക് പോയി, ശിവൻ കൂടെ പോയില്ല. സതി അപമാനിച്ചെന്ന് പറഞ്ഞ് സതി തീയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ പുറകെ ശിവൻ കോപത്തോടുകൂടി വന്നിട്ട് ദക്ഷപ്രജാപതിയുടെ തലവെട്ടി. അപ്പോൾ അതാണ് ശിവന് തലവെട്ടുന്ന ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ശിവനെ ആരാധിക്കുന്നൊരു തലവെട്ടും കൈ കാല് വെട്ടുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. കൈ വെട്ടും കാല് വെട്ടും, കണ്ണിന് കണ്ണ്, കാതിന് കാത്, കാലിന് കാല്, കൈക്ക് കൈ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ കുറ്റം പറയല്ല കേട്ടോ, ഒരിക്കലും എനിക്ക് ശിവനും ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരൻ നിങ്ങളെല്ലാം ഒരുപോലെയുള്ളൂ. എനിക്ക് എല്ലാവരും ഭഗവാന്മാരാണ്, എല്ലാവരും എൻ്റെ ദൈവങ്ങളാണ്. എനിക്ക് അതിൻ്റെ സംശയമൊന്നുമില്ല. അതിൽ മറ്റൊന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. മറ്റൊന്ന്, ഭഗവാൻ ശിവന് 4 ഭാര്യമാരുണ്ട്. 4 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ഭഗവാനെ ആരാധിക്കുന്ന ഒരാൾ 4 കല്യാണം കഴിക്കുന്നതിനും കുഴപ്പമില്ലല്ലോ. പിന്നെ ചന്ദ്രന് നക്ഷത്രമാണ് ശിവൻ്റെ ആഭരണങ്ങളെന്ന് നമുക്കറിയാം. ഞാൻ ഡാൻസ് പഠിച്ച 9ാമത്തെ വയസ്സിലാണ്. ഡാൻസ് പഠിക്കാൻ പോയപ്പോൾ ആദ്യം ശിവസ്തുതിയിലാണ് തുടങ്ങുന്നത്. ആംഗികം ഭുവനം യസ്യാവാചികം സർവ്വവാഗ്മയം ആഹാരം ചന്ദ്രധാരാദി തങ്മയം സാത്വികം ശിവ എന്നാണ് പറയുന്നത്. തങ്മയം സാത്വികം ശിവ. ശിവൻ്റെ ആഭരണങ്ങളാണ് ചന്ദ്രനും നക്ഷത്രവും, ചന്ദ്രകലയും നക്ഷത്രവും. അപ്പോൾ ശിവന് 4 ഭാര്യമാരെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാര്യ സതിയാണ്. സതി പിന്നെ പുനർജനിച്ചിട്ടാണ് പാർവതിയാകുന്നത്. അപ്പോൾ പുനർജനിക്കുമ്പോഴത്തന്നെ അറിയാമല്ലോ, നമ്മുടെ ഭാര്യ മരിച്ച് പുനർജനിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ശിശുവാകുകയാണ് ചെയ്യുന്നത്. ശിശുവായി തന്നെ കൺമുന്നിൽ വളർന്ന ഒരു ശിശുവിനെയാണ് ശങ്കർ ഭഗവാൻ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശൈവാരാധനയിലെ ശൈശവിവാഹം ഉള്ളത്. അതുപോലെ സതി എന്ന് പറഞ്ഞാൽ പിന്നെ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ തീയിൽ ചാടുന്നത്. ശിവൻ്റെ ഭാര്യ തീയിൽ ചാടി മരിക്കുകയാണുണ്ട്. അതാണ് സതി അനുഷ്ഠിക്കുന്നത്. ശൈവരൊക്കെ സതി അനുഷ്ഠിക്കുക. വൈഷ്ണവരൊരിക്കലും സതി അനുഷ്ഠിക്കുന്നത്. ശൈവരുടെ ആരാധന രീതിയാണ് സതി എന്ന് പറയുന്നത്. അപ്പം 4 സ്ത്രീകളുമായിട്ട് ബന്ധം. ഒന്നാമത്തെ സതി, രണ്ടാമത്തെ പാർവതി, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ തലയിലൊരാളുണ്ട്, ഗംഗാദേവി ഇരിപ്പുണ്ട് 3. പിന്നെ 4ാമത് മോഹിനി എന്ന് പറയുന്ന വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാന്റെ 12ാമത്തെ അവതാരമാണ് മോഹിനി. വിഷ്ണു ഭഗവാനാണ് സ്ത്രീയായിട്ടൊക്കെ അവതാരം എടുക്കുന്നത്. 12ാമത്തെ അവതാരമാണ് മോഹിനി. മോഹിനിയെ കണ്ടപ്പോഴത്തേന് കാമം ഉണർന്നു, അതിലൊരു പുത്രനെ സംഭാവന ചെയ്തു. അപ്പോൾ കാമമുണ്ട് ശിവന്. അപ്പോൾ അങ്ങനെ 4 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ശിവനെന്ന് പറയുന്ന സംഹാരമൂർത്തിയാണ്, താമസരൂപിയാണ്, പെട്ടെന്ന് കോപം വരുന്ന ആളാണ്, പെട്ടെന്ന് എന്തും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിലുള്ള മനുഷ്യരാണ് സത്യം പറഞ്ഞാൽ ശിവന്മാരെന്ന്. അവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അസുരന്മാരെ ഉൽപ്പത്തി മനസ്സിലായല്ലോ. ഒന്ന്, സനാതനധർമ്മം അനുസരിച്ചിട്ട് കശ്യപ മഹർഷിയുടെ മക്കളാണ്. എബ്രഹാമിക് ധർമ്മം അനുസരിച്ച് എബ്രഹാമിൻ്റെ മക്കളാണ് ദേവന്മാരും അസുരന്മാരുമായിട്ട് മാറിയിരിക്കുന്നത്. ഞാൻ കുറേ പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞ് സമയം ഒരുപാട് പോവും. അതൊന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് ഇപ്പം സഹോദരന്മാരാണെന്ന് പറഞ്ഞ ദേവന്മാരും അസുരന്മാർ. ഈ അസുരന്മാർ, ഇന്നത്തെ കാലത്തെ അസുരന്മാരെങ്ങനെയാണ്? ഇവർ സത്യയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യശിപു അങ്ങനെ കുറേ അസുരന്മാരായിട്ട് ജനിച്ചു. അടുത്ത ജന്മത്ത് അവർ വന്നപ്പം രാക്ഷസന്മാരായിരുന്നു. ത്രേതായുഗത്തിൽ വന്നപ്പോഴത്തെ അവർ രാക്ഷസന്മാരായിരുന്നു. പിന്നെ ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ വീണ്ടും അവർ അസുരന്മാരായി. വീണ്ടും ഇപ്പം കലിയുഗത്തിൽ വന്ന് തീവ്രവാദമൊക്കെ നടത്തുന്നതൊക്കെ ഇവരുടെ പണ്ടത്തെ അസുരന്മാർ തന്നെയാണ്. പണ്ടത്തെ എന്താ പറയുന്നത്, പുതിയ ബോഡിയും പഴയ എഞ്ചിനുമായിട്ട് വന്നിരിക്കുന്ന അവരുടെ ആളുകളാണ്. അവരെന്ത് പണ്ട് ചെയ്തിരുന്നു അത് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത്. അവർ പണ്ട് ചെയ്തിരുന്ന സ്ത്രീകളെ അടിച്ചു മാറ്റുക, മറ്റുള്ള സമ്പത്ത് അടിച്ചു മാറ്റുക, കൊള്ളയടിക്കുക, പിന്നെ രാമനാമം കേൾക്കുക അല്ലെങ്കിൽ നാരായണനാമം കേൾക്കുമ്പോൾ അവർക്ക് കലി പിടിക്കും, അവരുടെ ആചാരത്തെ ലംഘിക്കും. അതുപോലെ മഹർഷിമാരൊക്കെ യാഗം നടത്തുമ്പോഴും പൂജ നടത്തുമ്പോഴും അവിടെ ചെന്ന് അവരുടെ യാഗാഗ്നിയിൽ പിന്നെ രക്തം കൊണ്ടൊഴിക്കുക, മാംസം കൊണ്ട് വിതറുക, ചോര കൊണ്ടൊഴിക്കുക, ഇങ്ങനെ എല്ലാ രീതിയിലും ആചാരലംഘനം നടത്തി. ഇന്നും അവർ മറ്റൊരു രീതിയിൽ മറ്റൊരു വേർഷനിൽ അവർ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭൂമിയിൽ 1000 കോടി മനുഷ്യർ, ഏകദേശം ഇപ്പം 900 കോടി മനുഷ്യരേ ഉള്ളൂ. പക്ഷേ ഞാൻ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു 1000 കോടി എല്ലാം കൂടെ അങ്ങ് കൂട്ടിക്കും. അപ്പോൾ 1000 കോടി മനുഷ്യരിലെ എന്താ പറയുക, മൂന്നായിട്ട് ഞാൻ തിരിച്ചിരിക്കുക. മതങ്ങളെല്ലാത്തിനും ഷഫിൾ ചെയ്ത്, എല്ലാ മതങ്ങളെയും ഷഫിൾ ചെയ്തിട്ട് 3ആയിട്ട് ഞാൻ തിരിച്ചിരിക്കും. 3ആയിട്ട് തിരിക്കാൻ പറ്റത്തില്ല. കാരണം 3 തിരിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം നമുക്കറിയാം സ്വർണ്ണത്തിൻ്റെ മൂല്യമല്ല ഇരുമ്പിൻ്റെ മൂല്യമല്ല വെള്ളിക്ക്. അപ്പം മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് ഞാനങ്ങ് തിരിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് അസുരന്മാരെ കുറിച്ചാണ്. അപ്പോൾ അസുരന്മാരെന്ന് പറഞ്ഞാൽ സുരത്വമില്ലാത്ത മനുഷ്യത്വം ഇല്ലാത്തവരെന്നാണ് അർത്ഥം. ഇവരുടെ പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വെറുപ്പിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഇതൊക്കെയാണ് പ്രധാന സ്വഭാവം. പിന്നെ കൊല്ലുന്നവരാരായിരുന്നാലും, ഒരു മൃഗത്തെ ആയാലും ഭക്ഷണത്തിനായാലും കൊല്ലുന്നവനെല്ലാം അസുരനാണ്. അത് ആരായാലും ശരി, ഇതിന് എൻ്റെ മക്കളായാലും ശരി, ഭർത്താവായാലും ശരി, എൻ്റെ ആരായാലും ശരി, ആരായാലും കൊല്ലുന്നവൻ ആരാണോ അവൻ അസുരനാണ്. അതിന് യാതൊരു സംശയമില്ല.
പിന്നെ ബലാത്സംഗം ചെയ്യുക, ഇവർക്ക് കാമം കൂടുതലാണ്. ഈ ശിവനെയാണ് ആരാധിക്കുക. മറ്റു കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ശരീരം എന്ന് പറഞ്ഞാൽ മൊത്തം ശിവനാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ത്രിമൂർത്തികൾ വസിക്കുന്നുണ്ട്. കാരണം ഓരോ ആറ്റത്തിലും ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ വൈഷ്ണവ ഘടകം, അതായത് വിഷ്ണു കണവും ശിവഗണവും ബ്രഹ്മഗണവും ഉണ്ട്. വിഷ്ണു ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ തുടിക്കുന്നതാണ് വിഷ്ണു എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനം എന്ന് നമ്മുടെ പൊക്കിളാണ്, അതായത് നാഭി. ശിവൻ്റെ വാസസ്ഥാനം അറിയാമല്ലോ, ലിംഗമാണ്. അതാണ് ശിവലിംഗം ലോകം മൊത്തം ആരാധിക്കപ്പെടുന്നത്. ശിവൻ വസിക്കുന്ന ലിംഗത്തിലാണ്. പക്ഷെ 3 ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റും. എല്ലാം നമുക്ക് ഒരുപോലെ അല്ലേ ഉള്ളൂ. പിന്നെ ചിലർക്ക് കൂടുതലും ലിംഗത്തോട് താല്പര്യം കാണും. കാരണം ഇന്നത്തെ കലിയുഗത്തിലാണല്ലോ. ഇന്നത്തെ കലിയുഗത്തിൽ എല്ലാവരും ശിവന്മാരാണ്. ആണുങ്ങളും മിക്കവാറും എനിക്കൊന്ന് 67% ആൾക്കാർ ലിംഗേശ്വരന്മാരാണ്, ശിവന്മാരാണ്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ മോഹിനികളാണ്, വിഷ്ണുവാണ്. അവർക്ക് കൂടുതലും വിഷ്ണു ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമല്ലോ, ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയം ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ മാറിടമാണ്. അത് കാണിക്കാനാണ് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് താല്പര്യം. അപ്പോൾ അവർ മോഹിനികളായിട്ട് പെണ്ണുങ്ങൾ നടക്കുന്നു, ആണുങ്ങൾ ശിവന്മാരായിട്ട് എന്താ പറയുന്നത് ലിംഗേശ്വരന്മാരെ നടക്കും. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇവരുടെ പ്രധാന സ്വഭാവം ഞാൻ പറഞ്ഞു. മറ്റുള്ളവരെ വെറുപ്പിക്കുക, ദ്രോഹിക്കുക, ബലാത്സംഗം ചെയ്യുക, കൊല്ലുക. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ അറിയാം ഇതെല്ലാം ആരാ ചെയ്യുന്നതെന്ന്. നിങ്ങൾ നോക്കിയോ, ഏത് അസുരന്മാരാണ് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് യുഗത്തിനെ കുറിച്ച് പറഞ്ഞ് 12,000 വർഷം കൂടിയതാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. ഓരോ യുഗത്തിലും ഭഗവാൻ അവതാരം എടുക്കും. ഈ സമയത്തെല്ലാം അസുരന്മാർ ആ സമയത്താണ് പ്രബലമാവുന്നത്. ഇപ്പോൾ ഈ കലിയുഗത്തിൽ കൽക്കി ഭഗവാൻ അവതരിച്ചതിന് ശേഷമാണ് ഈ കഴിഞ്ഞ 21 വർഷമായിട്ടാണ് ഈ അസുരന്മാരെല്ലാം ഇത്രയധികം ശക്തി പ്രാപിച്ചത്. ഇനിയും അസുരന്മാരുടെ കുറേ സ്വഭാവങ്ങളെ കുറേ ആകൾ പറയാൻ പോയി. ഇതോടെ പറഞ്ഞിട്ട് നിർത്തി. ഇപ്പം തന്നെ 16 മിനിറ്റായി. അസുരന്മാരുടെ പൊതു സ്വഭാവം ഒന്ന് അസത്യം. ഒരിക്കലും സത്യം പറയത്തില്ല. അവരെന്ത് തെറ്റിയതിൽ അവർ അംഗീകരിക്കുകയില്ല. അവരെപ്പോഴും കള്ളത്തരം. അവർ തുറന്ന കള്ളത്തരം പറയുന്ന പല നേതാക്കന്മാരെയും ചില മന്ത്രിമാരെയൊക്കെ നമുക്കറിയാമല്ലോ. അസത്യമാണ്. രണ്ടാമത്തെ അഹങ്കാരം. ഇവർക്കുള്ള പോലെ അഹങ്കാരം വേറെ ആർക്കും ഇല്ല. ഇതെല്ലാം നെഗറ്റീവ് വാല്യാണ്. കാരണം ഇവർ ഇടത്തോട്ട് സഞ്ചരിക്കുന്നവരാണ്. ദേവന്മാർ എന്ത് ചെയ്യുന്നു അതിൻ്റെ എതിരെ ഇവർ ചെയ്യത്തുള്ളൂ. ദേവന്മാർ വലത്തോട്ട് മുണ്ടുകൊടുത്താൽ ഇവർ ഇടത്തോട്ട് മുണ്ടുകൊടുക്കും. ദേവന്മാർ വലത്തോട്ട് എഴുതുകയാണെങ്കിൽ അസുരന്മാർ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതും. അതുപോലെ പിന്നെ അഹങ്കാരം ഭയങ്കര കൂടുതലാണ്. ഇവരാര് പറഞ്ഞാലും പിന്നെ ഒരു കാര്യം അംഗീകരിക്കത്തില്ല. എല്ലാത്തിനും നിഷേധിക്കും. ഭയങ്കര അഹങ്കാരം. അവർ കഴിഞ്ഞ് ആരുമില്ലെന്നാണ് അവരുടെ വിചാരം. മൂന്നാമത്തെ അത്യാഗ്രഹം. പണത്തിനോടൊക്കെ ഇവർക്ക് ഭയങ്കര അത്യാഗ്രഹമുണ്ട്. അടുത്തത് അടിച്ചുമാറ്റലാണ്. നാലാമത്തെ. എന്ത് കിട്ടിയാലും അടിച്ചുമാറ്റം. പെണ്ണിനെ കിട്ടിയാലും ധനം കിട്ടിയാലും സത്ത് കിട്ടിയാലും ജന്മിയുടെയൊക്കെ പൈസയൊക്കെ എല്ലാം സ്ഥലമൊക്കെ അടിച്ചുമാറ്റിയ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. ജന്മി കുടിയാൻ സമ്പ്രദായങ്ങളും അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നത്. പിന്നെ അതുപോലെ നോക്കുകൂലി നമുക്കറിയാം. ഒരു പണിയും ചെയ്യാതെ മറ്റുള്ളവൻ്റെ പൈസ അടിച്ചു മാറ്റുന്നതാണ് നോക്കുകൂലി. ഇതൊക്കെ ചെയ്യുന്ന അസുരന്മാരാണെന്ന് ഓർത്തുകൊള്ളുക. അഴിമതി, എല്ലാത്തരം അഴിമതികൾ ഇവർ ചെയ്യും. എല്ലാ കള്ളത്തരങ്ങളും ഇവർക്കുണ്ട്. അശ്ലീലം, തുറന്ന അശ്ലീലം പറയും, തെറി പറയും. ഇപ്പോൾ അതെൻ്റെ ഹസ്ബൻഡ് ഒരു ഇടതുപക്ഷ ചിന്താധികാരൻ. അദ്ദേഹത്തിൻ്റെ വായിന്ന് വന്നാലും തെറിയേ വരത്തുള്ളൂ. പണ്ട് 10-32 വർഷമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഇവർ ഈ അസുരന്മാരാണ് എപ്പോഴും വായിന്ന് ചീത്ത പറയുന്നത് അല്ലെങ്കിൽ തെറി പറയുന്ന ആളുകളാണ്. പിന്നെ ഇവർ ആചാരലംഘനം. ഇവർക്ക് വലിയ ഭക്തിയൊന്നുമില്ല. ഇവർക്കുള്ളത് ശിവഭക്തിയാണ്. ഇല്ലെങ്കിൽ ഇവർ നിരീശ്വരവാദികളായിരിക്കും, ഒരു ഭൗതികവാദികളായിരിക്കും. അപ്പോൾ ഇവർക്ക് ഭക്തിയൊന്നുമില്ല. ഇവരൊക്കെ മ്ലേച്ഛന്മാരെന്നാണ് ഇവരെ നമ്മൾ ആത്മീയമായിട്ട് പറയുന്നത്. പിന്നെ അലസന്മാരാണ്, മടിയന്മാരാണ്. ഇവർ ജോലി ചെയ്യത്തില്ല. ഇവിടെ സർട്ടിഫിക്കറ്റൊക്കെയാണ് ഇവർ എവിടെന്നേലും ഒക്കെ അടിച്ചു മാറ്റുമെന്നല്ലാതെ ഇവർ പണിയെടുത്ത് ഒരു കാര്യം ഇവർക്ക് പണിയെടുക്കുന്ന പരിപാടിയില്ല. രാഷ്ട്രീയമല്ല എന്തായാലും ഇവർക്ക് ജോലി എടുക്കും. മേലാണെങ്കിൽ ഇവർ പണിയെടുക്കത്തില്ല. ഇവർക്ക് കാശ് വേണം, പക്ഷേ പണിയെടുക്കാൻ പറ്റത്തില്ല. അലസന്മാരാണ്. അനധ്വാനമാണ് 9ാമത്തെ. ഇവർ അധ്വാനിക്കുകയില്ല. പൊതുവെ ഇവർക്ക് അധ്വാനശീലമില്ല. പിന്നെ അടുത്തത് അനീതി. എല്ലാ അനീതിക്കും കൂട്ടു നിൽക്കും. എന്ത് അനീതി കണ്ടാലും അവർ ശബ്ദം ഉയർത്തത്തില്ല. അനീതി എല്ലാം അവർ ന്യായീകരിക്കും. എന്തെല്ലാം അനീതി കണ്ടാലും അവർ ന്യായീകരിക്കും. പിന്നെ അക്രമ സ്വഭാവമുണ്ട്. എത്ര വെട്ടി മനുഷ്യനെ കൊല്ലാനും പീസാക്കാനും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അക്രമ സ്വഭാവം ഉള്ളവരാണ്. തലയ്ക്കടിക്കാനും പൂച്ചട്ടി വെച്ചടിക്കാനും 51 വെട്ടാനും ഒക്കെ ഇവർ വലിയ മിടുക്കരാണ്. ഇതൊക്കെയാണ് അസുരന്മാരുടെ സ്വഭാവം. പിന്നെ ഒരെണ്ണം ഏത് അന്യായം ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. ഇനി അടുത്തത് ഇത് കുറേ ആയായിരുന്നു. 11-12 ആയി ഞാൻ എഴുതിയിട്ടുണ്ട്. അസത്യം, അഹങ്കാരം, അത്യാഗ്രഹം, അടിച്ചുമാറ്റൽ, അഴിമതി, അശ്ലീലം, ആചാരലംഘനം, അലസത, അനധ്വാന, അക്രമം, അന്യായം, അനീതി. ഇത്രയുമാണ് 12. ഇനി കുറേ കായാണ്. കള്ള. അസുരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് കള്ള. ഇപ്പം ഞാൻ പറയാം SNDP. ഞാൻ SNDP ജനിച്ചാണ്. അപ്പോൾ SNDPയിൽ എന്ന് പറഞ്ഞ ശ്രീലങ്കയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീലങ്കയിൽ നിന്ന് കള്ള് ചെത്താൻ കൊണ്ടുവന്ന ആൾക്കാരാണ് പിന്നെ ഈ ഈഴവരെന്ന് പറയുന്നത്. ഇവർ പണ്ട് പുരാതനം തൊട്ടേ അസുരവംശജരാണ്. രാവണൻ്റെ വംശജരാകുമ്പോൾ നമുക്കറിയാമല്ലോ അസുരവംശജരാണ്. ഇവർ ശിവാരാധകരാണ് അന്നും ഇന്നും എന്നും. SNDPയിൽ നോക്കിയോ, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചിരിക്കുന്ന ഈഴവ ശിവനെയാണ്.
ഇവർ ആരാധിക്കുന്ന മുഴുവൻ ശിവനെയാണ്. ഇവർ സനാതന വിരോധികളായിട്ടിരിക്കുന്നവരാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും ഒരു വാക്ക് തെറ്റുണ്ടോ? നിങ്ങൾക്ക് ആർക്കും ഇതിനെ എതിർക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞു, എനിക്ക് ഇവരോട് ആരോടും വിരോധമില്ല. എനിക്ക് ആരോടും വിരോധം, നമ്മുടെ ഇവർ ലോകത്തിലെ മനുഷ്യർ എത്ര കൊള്ളരുതാത്തവരായാലും എനിക്ക് അവരോട് സ്നേഹമേ ഉള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിൽ ഓരോ രോമം നമ്മൾ പറിച്ച് നോക്കി, നിസ്സാരമെന്ന് കാണുന്ന ഒരു രോമം പോലും നമ്മൾ പറിച്ചാൽ നമുക്ക് വേദനിക്കുക. അപ്പോൾ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും ഭഗവാനാണ്, ഭഗവാന്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഇത് ഞാൻ പറയുന്ന നിങ്ങളെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാതെ എനിക്ക് ഇവരോട് വിരോധമില്ല. ഞാൻ ഇവരെ കുറ്റം പറയുന്നില്ല. കുറ്റം പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റമുള്ള ഒരു വ്യക്തി ഞാനായിരിക്കും. ഷീലായപ്പിൻ്റെ അത്രയും കുറ്റമുള്ളവർ ഈ ഭൂമിയിൽ ഒരു മനുഷ്യ കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് ആരെയും കുറ്റം പറയാനുള്ള അർഹതയില്ല. പക്ഷേ ഞാൻ പറയുന്നത് സത്യം മാത്രമാണ്. സത്യമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ അസത്യം പറയുന്ന ഒരാളല്ല. എനിക്ക് അസത്യം പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല. എനിക്ക് നേടാനും ഒന്നുമില്ല, നഷ്ടപ്പെടാനും ഒന്നുമില്ല. ഈ നിമിഷം മരിച്ചു പോയാലും ഞാൻ അത്രയും ഹാപ്പിയൊന്നും ആയിരിക്കും. എനിക്ക് എല്ലാം എന്തൊക്കെ ഞാൻ ആഗ്രഹിച്ചു അതൊക്കെ എനിക്ക് ഭഗവാൻ തന്നെ. ഞാൻ എപ്പോഴും പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് യാതൊന്നിനോടും മോഹമില്ല. മക്കളെ കെട്ടിച്ച് കാണണമെന്നോ മക്കളുടെ കല്യാണം നടത്തണമെന്നോ അങ്ങനെയൊന്നും ഒന്നിനോടും എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഈ അടയാഭരണങ്ങളൊക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കുന്നു, അത് ഈ ആനകളെയൊക്കെ അണിയിച്ച് നിർത്തുമ്പോഴല്ലേ അതിനൊരു ഭംഗി കാണാൻ. നമുക്ക് എല്ലാവരും നമ്മൾ ആസ്വദിക്കുന്നവർ. ഞാൻ ഭൗതികത ആത്മീയത ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ശിവനാണ്. എനിക്ക് പക്ഷേ ഇത് അലങ്കരിച്ച് നടക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. അതിനി മാറ്റാനൊന്നും പോകുന്നില്ല. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇനി കാകളാണ് കുറച്ച്. ഒന്നാമത്തെ കള്ളെന്ന് ഞാൻ പറഞ്ഞു. ഒന്നീ ഇവർ കള്ള് കുടിച്ച് പ്രശ്നം ഉണ്ടാക്കും, മദ്യം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവർ കള്ള് വിൽക്കും, ഇല്ലെങ്കിൽ ഇവർ മയക്കുമരുന്ന് കച്ചവടം ചെയ്യും. എന്തായാലും ഇവർ കള്ളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. രണ്ടാമത്തെ കൊലപാതകം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൊലപാതകത്തിനോട് ചേർത്ത് മൃഗബലി നടത്തുന്നവരാണ് ഇവർ. അവർ ഈ പിന്നെ കാളി പൂജയിലൊക്കെ ഉണ്ട് പണ്ട് തൊട്ട്. പിന്നെ എന്താ പറയുക, ആടുകളെയൊക്കെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് ബലിയെന്ന് പറയുന്ന ഇവരുടെ ഇതാണ്. പിന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ മനുഷ്യനെ കൊല്ലുമല്ലോ. ഇപ്പോൾ അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് കൊല്ലുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഹരഹര മഹാദേവ് എന്നാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് കൊല്ലുകയെന്ന് പറഞ്ഞാൽ അതൊരു നരബലിയാണ്. ഇനി ഇതിൻ്റെ പേര് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമേ അല്ല. കാരണം ഞാൻ ആരെയും ദ്രോഹിക്കാനല്ല പറഞ്ഞ്, ആരെയും കുറ്റം പറയല്ല, എല്ലാവരുടെയും സ്നേഹത്തോട് പറയും. ഞാൻ സത്യം മാത്രം പറയുകയാണ്. അതാണ്, നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു വിഷയമല്ല. അപ്പം മൃഗബലി നടത്തും. എല്ലാ മൃഗങ്ങളും ഇന്ന് നമ്മൾ നോക്കി മൃഗങ്ങളെ അറക്കുന്നവരാരാണ്? ഈ ലോകത്ത് മൃഗങ്ങളെ കൊല്ലുന്നവരാണ്. ഈ കൊല്ലുന്നവരൊക്കെ അസുരന്മാരാണ്. മൃഗങ്ങളെ കൊല്ലുന്നവർ, പിന്നെ ഇറച്ചിക്കട നടത്തുന്നവരും, പിന്നെ കോഴിയെ കൊല്ലുന്നതും മൃഗങ്ങളെ കൊല്ലുന്നതും ഒക്കെ ആരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് അസുരന്മാരെയാണ് സ്വഭാവം. പിന്നെ ഇവർ ശിവന്മാരാണ്. ഇവർക്ക് കാമമാണ് ഭയങ്കരമായിട്ട്. ആ കാമത്തിൻ്റെ ഭാഗമായിട്ട് ലിംഗ പരിച്ഛേദനം ചെയ്യുന്ന സ്ത്രീകളെ യോനീതള ഛേദനം ചെയ്യുന്ന ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ശിവസന്യാസിമാരുണ്ട്, അഘോരികളൊക്കെ ലിംഗം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കും. ചില സന്യാസിമാരുടെ ലിംഗം തൊഴാൻ പോകുന്ന വിവരദോഷികളായ മനുഷ്യരുണ്ട്, ലിംഗത്തെ തൊട്ട് പൂജിച്ച് തൊഴുന്നുണ്ട്. ഇതെല്ലാം ഇതെല്ലാം അസുരന്മാരുടെ സന്യാസിമാർ ചെയ്യുന്ന പണിയാണ്. പിന്നെ ഇവർ മറ്റൊരു സഭ ഒരു കുറ്റം കണ്ടുപിടിക്കുക. എന്തെല്ലാം നല്ലത് ചെയ്താലും, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതൊന്നും അവർ കാണത്തില്ല. അവരിൽ എവിടെയുണ്ടോ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചു വരാൻ നമുക്ക് തോന്നുന്നു. അതായത് നിവേദ്യം ഇരുന്നാലും, നിവേദ്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് പൂജ, അതിനകത്ത് അവർ അമേദ്യം തരിക, അതിനകത്ത് അമേദ്യം എവിടെ ഇരിക്കുന്നത് നോക്കുക. അതാണ് ഇവരുടെ സ്വഭാവം. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും ഒരു നല്ല കാര്യം അവർ പറയത്തില്ല. കുറ്റം എവിടെയുണ്ടോ അത് മാത്രം തിരഞ്ഞു നടക്കുന്നവരാണ് ഇവർ. പിന്നെ ക്രൂരത, എന്ത് ക്രൂരതയും ചെയ്യും, എന്ത് ബലാത്സംഗം ചെയ്യും, പിന്നെ കുഞ്ഞുങ്ങളെ കൊല്ലും. ഈ അസുരന്മാരുടെ ഭാര്യമാരാണ് അസുരാണിമാർ. ഇവർ സ്വന്തം പ്രസവിച്ച കുഞ്ഞുങ്ങളെ വലിച്ചെറും, അവരെ കൊല്ലും, ക്രൂരമായിട്ട് കൊല്ലും, കഴുത്ത് ധരിച്ച് കൊല്ലും, എല്ലാ ക്രൂരതകളും ഇവർ ചെയ്യും. പിന്നെ വഞ്ചന, ചതി, പിന്നെ ഞാൻ പറഞ്ഞു, ബലാത്സംഗം, പിന്നെ രാജ്യദ്രോഹം. രാജ്യദ്രോഹത്തിന് ഇവർ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. പിന്നെ സനാതന വിരോധം ഉള്ളവരാണ് ഇവർ. അതുപോലെ മാതാപിതാക്കളെ ഇന്ന് നോക്കി പരിത്യജിക്കുന്നവർ, സ്വന്തം മാതാപിതാക്കളെ കൊല്ലുകയും മക്കളെ ബലാത്സംഗം ചെയ്യുന്നവരും, പിന്നെ മകനെ, എനിക്ക് ഒരുപാട് പേരെ അറിയാം, മകനെ ഭർത്താവായി സ്വീകരിക്കാൻ അല്ലെങ്കിൽ മകൻ്റെ കൂടെ കഴിയുന്ന അമ്മമാർ വരെയുണ്ട്. അത്ര നീച്ച സ്വഭാവമുള്ള ഏറ്റവും താമസന്മാരായി, ഇവരെ മ്ലേച്ഛരെന്നല്ല എന്താ പറയുക, അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള നെഗറ്റീവ് സ്വഭാവങ്ങൾ മുഴുവൻ ഉള്ളവരാണ് അസുരന്മാർ സഞ്ചരിക്കുന്ന ഇടത്തോട്ടാണ്. നമുക്കറിയാം, ഒരു സംഖ്യാരേഖയെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? സംഖ്യാരേഖയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വലത്തോട്ട് പോകുമ്പോൾ +1 +2 +3 +4 എന്ന് വരും. അത് സംഖ്യയുടെ മൂല്യം കൂടുകയാണ്. ഇടത്തോട്ട് പോയാലോ സംഖ്യയുടെ മൂല്യം കുറയും. -1 -2 -3 -4 എന്ന് പറഞ്ഞ് എത്ര ഇടത്തോട്ട് പോകുന്ന അത്രയും അവരുടെ മൂല്യം കുറയണം. അപ്പം തീരെ മൂല്യം കുറഞ്ഞ അധമ സ്വഭാവമുള്ളവരാണ് ഈ മൂന്നാംകിട മനുഷ്യരായ അസുരന്മാരെന്ന് പറയുന്നത്. അവരാണ് ഈ ലോകത്തിൽ കൊള്ളരുതായ്മകൾ മുഴുവൻ ചെയ്യുന്നത്. ഇത്രയും പറയാതിരുന്നാൽ ശരിയാവത്തില്ല. ഇതെല്ലാവരും അറിയേണ്ട കാര്യമാണ്. പക്ഷേ എനിക്കറിയാം, വീഡിയോ ഒന്നും ആരും കാണത്തില്ല. കാരണം ആത്മീയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊന്നും കേൾക്കാൻ ആളില്ല. അപ്പം ദൈവീയ ബോധതലത്തിൽ മൂന്നാമത്തെ കിടയിലുള്ള മനുഷ്യരാണ് ഇവർ. ഭൗതികവാദികളാണ്, ശിവഭക്തരാണ്. ഇവർ ശൈവരെന്നാണ് ശരിക്കും പറയേണ്ടത്. ഇവർ ശൈവരാണ്. പിന്നെ വിഷ്ണുവിനെ ആരാധിക്കുന്നത് വൈഷ്ണവരാണ്. എപ്പോഴും ഈ സനാതന ധർമ്മം മൂന്നായിട്ട് നിൽക്കുകയുള്ളൂ: ശൈവരായിട്ടും വൈഷ്ണവരായിട്ടും ശക്തരായിട്ടും. ശക്തരെന്ന് പറഞ്ഞാൽ ബ്രഹ്മമതക്കാർ.
അപ്പം ഇവരെ അജ്ഞാനികളെന്ന് പറയും, മ്ലേച്ഛരെന്ന് പറയും, അധമരെന്ന് പറയും. എല്ലാ തരത്തിലും ഇവർ ഏറ്റവും ബോധതലത്തിലുള്ള മനുഷ്യരാണ്. ഇവരിൽ നിന്ന് ഒരു ജ്ഞാനിയോ ഒരു എന്താ പറയുന്ന ഒരു സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു യോഗിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആദരിക്കുന്ന ഒരു വ്യക്തി പോലും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ഇവർ വെറുപ്പിക്കുന്ന സ്വഭാവക്കാരാണുള്ളത്. അപ്പോൾ അസുരന്മാരെ കുറിച്ച് കുറച്ച് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നിർത്തുകയാണ്. 24-25 മിനിറ്റായി. ഇനി ബാക്കി നമുക്ക് നാളെ പഠിക്കാം. നന്ദി, നമസ്കാരം.